ബിഡിക്ക് GST കുറച്ചതിനെ ബീഹാറുമായി ബന്ധപ്പെടുത്തിയ എക്സ്പോസിൽ കൈപൊള്ളി കോൺഗ്രസ് കേരള ഘടകം. പോസ്റ്റ് വിവാദമായതോടെ KPCC സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതലയിൽ നിന്ന് VT ബൽറാം രാജിവെച്ചു. KPCC നേതൃത്വം വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് രാജി. പോസ്റ്റിൽ പിഴവുണ്ടായെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. പോസ്റ്റ് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് K സുധാകരനും പ്രതികരിച്ചു. പ്രതികരണങ്ങൾ: കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ VT ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത്. അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പോസ്റ്റ് ആയുധമാക്കി കോൺഗ്രസിനെതിരെ BJPയും JDUവും രംഗത്തെത്തിയിരുന്നു. RJD നേതാവ് തേജസ്വി യാദവ് പോസ്റ്റിനെ വിമർശിച്ചു. नहीं, अब जो भी है ये गलत ट्वीट था, इसका हम लोग समर्थन नहीं करते। महमूद मदनी कह रहे हैं कि हम लोग बात करेंगे RSS से ज्ञानवापी। അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഈ വോട്ടർ അധികാര യാത്രയ്ക്കൊക്കെ ശേഷം ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നത് വലിയ വിവാദമായി മാറി. അത് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ പ്രത്യേകിച്ച് RJDക്കൊക്കെ വലിയ അതൃപ്തിയുണ്ട്. BJP അത് ഏറ്റെടുക്കുന്നു, JDU ഏറ്റെടുക്കുന്നു, വിമർശനം ഉന്നയിക്കുന്നു. ആ ഘട്ടത്തിൽ ഒരു മുഖം രക്ഷിക്കൽ എന്ന നിലയിലേക്ക് ഈ നടപടിയെ കാണാൻ കഴിയുമോ? VT ബൽറാം രാജിവെച്ചിരിക്കുന്നു എങ്കിൽ പോലും ഇതുണ്ടാക്കിയൊരു ചീത്തപ്പേര് അത് വളരെ വലുതാണല്ലോ അരുൺ. തീർച്ചയായും അനുജ, സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു പോസ്റ്റായിരുന്നു ഈ എക്സിൽ, അതായത് കോൺഗ്രസിൻ്റെ കേരള സംസ്ഥാന ഘടകം പങ്കുവച്ച പോസ്റ്റിൽ ഉള്ളത്. അതിൽ ഈ ബീഹാറിനെയും അതോടൊപ്പം തന്നെ ബിഡിയെയും താരതമ്യപ്പെടുത്തി, അതായത് GST നിരക്ക് ബിഡിയുടെ കുറച്ചതുമായി ബന്ധപ്പെട്ടാണ് ആ പോസ്റ്റ് പങ്കുവച്ചത്. പക്ഷേ അത് വലിയ വിമർശനത്തിന് ഇടയാക്കി. BJP മാത്രമല്ല JDU അതോടൊപ്പം തന്നെ തേജസ്വി യാദവ് ഉൾപ്പെടെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് ബീഹാറിൽ മുന്നിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും വലിയ തിരിച്ചടിയിലേക്ക് അത് പോകും എന്ന വിലയിരുത്തൽ ഉണ്ടായി. അതോടെയാണ് ഹൈക്കമാൻഡിൻ്റെ കൂടി നിർദ്ദേശത്തോടു കൂടിയാണ് ഈ നടപടി അതിവേഗത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ KPCC അധ്യക്ഷൻ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അതിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്, ഈ സമൂഹ മാധ്യമ വിഭാഗത്തിന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്ന് പ്രതികരിച്ചു. വീഴ്ച സംഭവിച്ചു. അതിന് പിന്നാലെയാണ് അതിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന KPCC വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള VT ബൽറാമിന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചത്. ആ വിശദീകരണം ചോദിച്ചതിന് പിന്നാലെ രാജ്യസന്നദ്ധത അറിയിച്ചു. രാജി വെക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് KPCC ഉടൻ തന്നെ KPCC നേതൃത്വം കടക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ രാജിയിലേക്ക് ഉൾപ്പെടെ എത്തുകയും ചെയ്തത്. ഈ രാജി കൊണ്ട് മാത്രം വിഷയം പരിഹരിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസിന് അത് പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. ഇതിനകം തന്നെ ദേശീയ തലത്തിൽ ഇത് കോൺഗ്രസിന്റെ ആകെ ദേശീയ തലത്തിലുള്ള നിലപാടാണ് എന്ന തരത്തിലാണ് BJP അത് ആയുധമാക്കി എടുക്കുന്നത്. സ്വാഭാവികമായും അതാണ് വലിയ അതൃപ്തിയാണ് ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിനും ഉള്ളത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വളരെ വേഗം നടപടി ഉണ്ടാകുന്നു. ഈ വിഷയത്തിലല്ല എന്ന് ബൽറാം പറയുന്നുണ്ട് എങ്കിൽ പോലും ഇതൊരു മുഖം രക്ഷിക്കൽ നടപടിയാണ്. പക്ഷേ അത് ഒതുങ്ങുമോ? ആ ചീത്തപ്പേര് മാറുക എന്നുള്ളത് ദുഷ്കരവുമാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്നൊക്കെയുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ വലിയ അതൃപ്തി പുകയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.